രീതിയിൽ അത് മുന്നോട്ട് പോകുന്ന കലാരൂപമാണ് തുള്ളൽ. തുള്ളൽ പ്രസ്ഥാനം കൊണ്ടുവന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. അപ്പൊ അദ്ദേഹമാണ്. അപ്പൊ നിങ്ങൾ മറന്നു അവർ ഒന്നാമത്തെ ചോദ്യം, തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. അദ്ദേഹത്തിന്റെ തുള്ളൽ കൃതിയാണ് കാലനില്ലാത്ത കാലം. ഇത് ശീതങ്കൻ തുള്ളലിൽ നിന്ന് എടുത്തൊരു ഭാഗമാണ്. ഓട്ടൻ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ മിസ് ക്വസ്റ്റ്യൻ എഴുതി കണ്ടോ? കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ. പിന്നെ ഇതിൽ മിസ് ഒന്ന് വായിക്കുക കേട്ടോ. എന്ത് കാലനില്ലാത്ത കാലം ഈ ഒരു തുള്ളലാണ്. അപ്പൊ ഇതിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ, കണ്ണന്റെ കാര്യം പറഞ്ഞതുപോലെ, കള്ളക്കണ്ണന്റെ കാര്യം പറഞ്ഞത്, നമ്മുടെ ശ്രീകൃഷ്ണന്റെ കാര്യം പറഞ്ഞതുപോലെ, കാലനില്ലാത്ത കാലം എന്ന കവിതയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഒരു ഇത് ഇതെന്താണ് ഇതിൽ ഉള്ളടക്കം ജസ്റ്റ് പറഞ്ഞുതരാം. ഇത് പിന്നെ കാലൻ എന്ന് പറഞ്ഞ ഹിന്ദു മതാചാരം, അത് കാലൻ ആരാന്ന് പറയാതെ നിങ്ങൾക്ക് കവിത ചൊല്ലാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം കവിത മിസ് അങ്ങ് വായിച്ചാൽ നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവില്ല. ഫസ്റ്റ് ഒരു മിസ് അതിൻ്റെ ഒരു എന്താ പറയാ, ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പറയാം. കാലൻ എന്ന് പറഞ്ഞാൽ ഹിന്ദു മതാചാര പ്രകാരം നമ്മുടെ ഭൂമിയിൽ ആളുകളെ മരിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളെയാണ് കാലൻ എന്ന് പറയുന്നത്. കാലന്റെ ഇപ്പൊ കോമഡിയിലൊക്കെ കാലം വരുമ്പോൾ നിങ്ങൾ കണ്ടിട്ട് ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് പോത്താണ്. പോത്തിന്റെ മുകളിൽ കയറിയാണ് കാലൻ വരുന്നത്. ഒരു കയറുണ്ടാവും, വലിയൊരു കിരീടം ഉണ്ടാവും, റൗണ്ട് വലിയ വെള്ളം ഇതൊക്കെ വെച്ചിട്ടൊരു കിരീടം ഉണ്ടാവും. ദാറ്റ് ഈസ് കാലൻ. അതാണ് കാലൻ എന്ന് പറയുന്നത്. ഈ കാലൻ ഭൂമിയിൽ വന്നില്ലെങ്കിൽ ഭൂമിയിൽ എന്ത് സ്വാഭാവികമായിട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഭൂമിയിൽ മരണമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? ജനങ്ങൾ മരിക്കാതെ വർഷങ്ങളോളം 500, 600, 700 വയസ്സായിട്ട് മുന്നോട്ട് പോകും. അവർക്ക് ഭക്ഷണം വേണം. ഇവരെന്തില്ല, നരകയാതന എന്നൊക്കെ പറയും. ഒറ്റ വേർഡ് പറഞ്ഞാൽ എന്താണ്? നരകയാതന അനുഭവിക്കുന്ന കുറച്ച് ആളുകളുണ്ടാവും. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റ് ആണ് കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ ഈ ഒരു കാലനില്ലാത്ത കാലം, അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഭൂമിയുടെ അവസ്ഥ എന്നാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. മിത്രപുത്രൻ ധർമ്മരാജൻ സത്രമൊന്ന് സമാരംഭിച്ച് നാളുണ്ടവൻ ദീക്ഷിച്ചു എത്ര തന്നെ വസിക്കുന്നു. ധാത്രീവാസി ജനങ്ങൾക്ക് മരണവും നാസ്തിയായി പാർത്തു കണ്ടിയിൽ അത്ര കഷ്ടം. കാലനേതും കൂട്ടമില്ല. കാലന് ഒരു ശ്രദ്ധയൊന്നും ഇല്ലാന്ന്. കാരണം കാലൻ എങ്ങോട്ട് പോയി? ധർമ്മരാജന്റെ അടുത്തൊരു യാഗത്തിന് പോയി നമ്മുടെ കാലൻ. അപ്പൊ നമ്മുടെ ഭൂമിയിലുള്ള ആളുകൾക്ക് മരിച്ചിട്ട് കൊണ്ടുപോകുന്ന ആളാണ് കാലൻ. കാലൻ മാത്രമല്ല പോയത്, ആരൊക്കെ പോയി? സത്രശാലയ്ക്കകം പുക്കുയാഗവും ചെയ്തിരിക്കുന്നു. 10,100,000 വർഷം ഇപ്രകാരം ധർമ്മരാജൻ. വൃദ്ധന്മാരൊരു കൂട്ടം നിറഞ്ഞു ഭൂതലം തന്നിൽ ചത്തുകൊള്ളുവതിനെയും കഴിവില്ല കാലനില്ല. ഇത്രയും, അതായത് ചത്തുപോവാൻ പറ്റുന്നില്ല. കാരണം കാലനില്ല. ചത്തുപോയിട്ട് മരിച്ചിട്ടല്ല കൊണ്ടുപോണത്, ഒരാളെ മരിപ്പിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് കാലൻ. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡെഡ് ബോഡി ഇങ്ങനെ കിടന്നിട്ട് അഴുകി, അതല്ല ഉദ്ദേശിച്ചത് കേട്ടോ. ജീവിച്ചിരുന്ന ഒരാളെ ഹിന്ദു മതാചാര പ്രകാരം ആത്മാവ് എന്നുള്ള സംഭവം ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ അത് കൊണ്ടുപോകുന്നത് കാലനാണ്. അപ്പൊ ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് ഇന്ന ആൾ ഇപ്പം മരിക്കുന്നു. കാലന്റെ കയ്യിലൊരു വിധിപ്രകാരമുള്ള ഒരു സംഭവമുണ്ട്. അതിൽ ഓരോരുത്തരുടെയും, നമ്മൾ മലയാളത്തിൽ പറയും തലേവര എന്നൊക്കെ പറയും, അവന്റെ തലേവര അങ്ങനെ. ഇപ്പൊ തലയിൽ ഒരു വരണ്ട്, അതിപ്പോ ഇന്ന സമയത്ത് ഇന്ന ശതകത്തിൽ ഇന്ന ഡേറ്റിലൊക്കെ ഒരു മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് സെക്കൻഡ് ടൈമിൽ ഒരാളെ മരണം കുറിച്ചിട്ടുണ്ട്. അപ്പൊ കാലം വന്നു അയാൾ അങ്ങോട്ട് കൊണ്ടുപോകും. ദാറ്റ് ഈസ് മരണം എന്നാണ് പൊതുവേ ഒരു ഹിന്ദു മതത്തിലെ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. അപ്പൊ ആ കാലൻ വന്നില്ല എന്നാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഈ തുള്ളലിലൂടെ നമ്മളോട് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ 500 വയസ്സുള്ള വൃദ്ധന്മാരും എന്തായി മാറും? പിന്നെ കുഞ്ഞായി മാറും. കാരണം പിന്നെ 600, 700 വയസ്സിലേക്ക് പോയാൽ പിന്നെ എന്തില്ല, ഒരാൾ നിവർന്നു നിൽക്കാൻ പറ്റുന്നില്ല. കൂനി ഭൂമി തൊട്ടൊരു കുഞ്ഞായി മാറും. കഞ്ഞിക്ക് വകയില്ല, വീടുകളിൽ ഒരിടത്തും എന്തില്ല, ഒരു വീട് കഞ്ഞിക്ക് വകയില്ല. കാരണം ഇതിൽ കണ്ടിട്ടുണ്ട്, 500 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ ഇപ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്നു. അപ്പൂപ്പൻ അവർക്കുണ്ട്, കഞ്ഞിക്ക് വകയില്ല, വീടുകൾ ഒരിടത്തും, കുഞ്ഞുങ്ങൾക്ക് 8-10 പറ അരി കൊണ്ടുപോരാ, 10-100 പറ വെച്ചാലും തികയുന്നില്ല. 8ഉം 10ഉം പറ വെച്ച ഒരു സമയം ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ 10ന് സ്ഥാനത്ത് 100 പറ വെച്ചിട്ടും ഈ ആളുകൾക്ക് തികയുന്നില്ല. 10 കോടി ജനമുണ്ട്, പല്ലു പോയിട്ടൊരു വീട്ടിൽ കൊത്തിവെച്ച പാവ പോലെ തിങ്ങിയിരിക്കുന്നു. അതായത് കൊത്തിവെച്ച, പിന്നെ ഇവർക്ക് എന്തെങ്കിലും നടക്കാനൊന്നും പറ്റില്ല. 600 വയസ്സായവർ എന്ത് ചെയ്യും? നടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, നിൽക്കാനും പറ്റില്ല. നേരത്തെ മിസ് പറഞ്ഞ പോലെ കറക്റ്റ് ഒരു നരകയാതന അനുഭവിക്കുന്ന ചില ജനങ്ങളുടെ ആ ഒരു നിസ്സഹായാവസ്ഥ ഇങ്ങനെ ആയിരിക്കും എന്ന് കൺസെപ്റ്റ് ആട്ടോ, ഒരു സങ്കല്പമാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു നർമ്മത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു തുള്ളൽ പ്രസ്ഥാനത്തിലൂടെ പറയുന്നത്. കൊത്തിവെച്ച പാവ പോലെ തിങ്ങി കിടക്കുന്നു, കണ്ണിലെ പോള കൂടി നരച്ചുള്ള നരക്കന്മാർ, എണ്ണമില്ലി വണ്ണമുള്ള പെണ്ണുങ്ങൾക്കുമില്ലേ കണ്ണു കാണാത്ത, പിന്നെ കാത് കേൾക്കാത്തവർ. കണ്ണൊന്നും കാണൂല, കാതൊന്നും കേൾക്കൂല അല്ലെ. കിണ്ണമൻ വിനുമിനിപ്പമുള്ള കഷണ്ടിക്കാരേറെയുണ്ട്. അസ്ഥി അല്ലാതൊരു വസ്തു ശരീരത്തിൽ ഒന്നും അവർക്കില്ല. അസ്ഥി മാത്രമേ ഉള്ളൂ, വെറും എല്ലും തോലും, ഒറിജിനൽ അസ്ഥി കൂടം എന്തില്ല ശരീരത്തിൽ. എന്തില്ല? ഈ എന്തില്ല എന്ന് പറഞ്ഞത്, ഇറച്ചിയൊന്നുമില്ല, വെറും അസ്ഥി മാത്രം.
ഭിന്നമാകുന്നതു നേരെ മസ്തകം ഹസ്തവും കാലം 1-2 ലക്ഷം മുതുക്കന്മാർ പതിക്കും. 1-2 ലക്ഷക്കണക്കിന് മുതുക്കന്മാർ. ഈ എങ്ങനെ ഒരു വേർഡ് എന്തിനാ കൊടുത്തത്? മുതുക്കന്മാർ ആരാണ് നിങ്ങൾക്കറിയോ? ഈ ന്യൂ ജനറേഷൻ പിള്ളേർക്കൊന്നും മുതുക്കൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതെന്താണ്? കുറേ പ്രായമായിട്ട് പ്രായം കൂടിയ ആള്. ചിലപ്പോൾ ഇപ്പോഴൊക്കെ ചില സിനിമയിലോ നമ്മൾ ചില ഡോക്യുമെന്ററിയിലോ ഒക്കെ നമ്മൾ പറയാറുണ്ട് മുതുക്കൻ എന്ന് പറയുന്ന വേർഡ് അല്ലേ. അതായത് പ്രായം കുറേ അങ്ങെത്തി അങ്ങോട്ട് പോയി 700-800 വയസ്സായ ആളുകളാണ് മുതുക്കന്മാർ എന്ന് പറയും കേട്ടോ. മുത്തശ്ശൻ നമ്മൾ സാധാ പറയല്ലേ, നമ്മുടെ അച്ഛൻ്റെ അച്ഛനൊക്കെ മുത്തശ്ശന്മാരായി വരും. അവിടെ മുത്തച്ഛൻ, അവിടെ മുതുമുത്തച്ഛന്മാർ, അങ്ങനെ കുറേ അങ്ങോട്ട് പോയിട്ട് ഏറ്റവും ലാസ്റ്റുള്ള ഒരു 900 വയസ്സുള്ള ഒരു അച്ഛനാണ് ആര്? മുതുക്കന്മാർ കേട്ടോ. അത്രക്കും പ്രായമായ ആൾക്കാരെയാണ് മുതുക്കന്മാർ എന്ന് പറയും. ഉള്ള വസ്തുക്കളെ പേരും കട്ടു ഒരു കൂട്ടം തള്ളലോടെ നടക്കുന്നു തെല്ലു പേടി അവർക്കില്ല. രാജധാനിക്കകം പുക്കു രാജഭണ്ഡാരവും കട്ടു വ്യാജമെന്നേ പകൽ കൂടെ തസ്കരന്മാർ നടക്കുന്നു. കള്ളന്മാർ കൂടും. അതായത് ഭക്ഷണമൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു, സ്വർണങ്ങൾ മോഷ്ടിക്കുന്നു. കാരണം എന്തില്ല, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എടുക്കാൻ പറ്റുന്നില്ല. ഭരിക്കാനും നല്ലപോലെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം ഈ 500-600 വയസ്സുള്ള ആളുകൾ വരുമ്പോൾ ഇവർക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ രാജാക്കന്മാർക്ക് പറ്റുന്നില്ല. ഈ രാജാക്കന്മാർ വയസ്സാവില്ല, അപ്പം ഭരണം നോക്കാനൊക്കെ ആർക്കും പറ്റുന്നില്ല. എല്ലാവരും വയസ്സായി പോകുമ്പോൾ ആൾക്കാരിങ്ങനെ ഇഷ്ടം പോലെ അവനവന് തോന്നിയ പോലെ നടക്കുന്നു, മോഷണം നടത്തുന്നു. മന്ത്രികൾക്ക് ഇതിൽ എക്സാമ്പിൾ കൊടുത്ത് നോക്ക്. മന്ത്രികൾക്ക് തമ്പുരാനെ പേടിയില്ല, അത് രാജാവിനെ മന്ത്രിക്ക് പേടിയില്ല. പിന്നെ മന്ത്രികളെ പ്രജകൾക്കും പേടിയില്ല. മനക്കൊമ്പിൽ അന്തമില്ല, ദുരാചാരം ഒഴുത്തു ഭൂമിയിലെല്ലാം ദുരാചാരങ്ങൾ. കാരണം നല്ല നല്ല ആചാരങ്ങൾ നിലനിന്ന് അത് ഒരാൾ കറക്റ്റ് സമയത്ത് ഒരു 60, 70, 80 മാക്സിമം ഒരു 98, 100 വയസ്സ് വരെ പോവാം. അത് കഴിഞ്ഞ് പിന്നെ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ അയാളൊരു ഭാരമായി മാറും. പിന്നെ അയാൾ നോക്കാൻ, കാരണം അയാൾക്ക് തുള്ളി പക്ഷെ ജീവൻ അങ്ങോട്ട് പോവില്ല. അപ്പം എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും വേണം. അപ്പം അങ്ങനെ ഒരു ദുരവസ്ഥ, ഒരു ദുർനടത്തം എന്നാണ് ഇതിൽ പറയുന്നത് അല്ലേ. അന്തരങ്ങൾക്ക് യാഗമില്ല, കർമ്മമില്ല, ധർമ്മമില്ല, ശാന്തി ചെയ്യുവാൻ ക്ഷേത്രമില്ല. ആ സമയത്ത് ക്ഷേത്രമൊക്കെ ഭയങ്കരതാണ് ഈ സമയത്ത്. അപ്പം ക്ഷേത്രങ്ങളില്ല, ശാന്തി പൂജ ചെയ്യാനുള്ള പൂജാരിമാരില്ല. ഉത്തമ സ്ത്രീകളുടെ പാതിവ്രത്യം എല്ലാം അവസാനിപ്പിച്ചു. ജന്തുധർമ്മത്തിന് പിന്നെ വ്യവസ്ഥയൊന്നുമില്ല. അതായത് ഒരു ഭർത്താവിനൊരു ഭാര്യ, അവർ തമ്മിൽ അത്രയും നല്ല വിശുദ്ധിയോടുകൂടി ജീവിച്ചൊരു കാലഘട്ടം. അപ്പം ഇവിടെ എന്തില്ല, പാതിവൃത്യമൊന്നുമില്ല. സ്ത്രീകളൊക്കെ ഇങ്ങനെ നടക്കുകയാണ്. ഒത്തവണ്ണം പുരുഷന്മാരും സ്ത്രീകൾക്കൊന്നും എന്തില്ല, ഒരു പാതിവൃത്യമൊക്കെ നഷ്ടപ്പെട്ടവർ നടക്കുന്നു. ചത്തുപോകുമെന്നൊരു ഭീതി ദുർജനങ്ങൾക്കില്ല. അപ്പം നമ്മളുണ്ടാവുമല്ലോ, അക്രമം ചെയ്യാൻ പേടി ഉണ്ടാകുമ്പോൾ നമ്മൾ മരിക്കുമ്പോൾ മരിച്ചൊരു പുനർജന്മം അങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ മരിച്ചു പോയാൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ തീയിലിടും, അങ്ങനെയൊക്കെ ഒരു വിശ്വാസമുണ്ട്. അപ്പോൾ നമ്മൾ തെറ്റ് ചെയ്യാൻ പേടി ഉണ്ടാവും നമുക്കല്ലേ. അല്ലെങ്കിൽ ഈ രാജാക്കന്മാർ നമ്മുടെ നിയമങ്ങളും ഉണ്ടാവും. എങ്ങനെ പിന്നെ ഇവർക്ക് വധശിക്ഷ വിധിക്കണം, തെറ്റ് ചെയ്തവരെ വധശിക്ഷയ്ക്ക് ഉണ്ടാവും, കയ്യും കാലും അടിച്ചു പൊട്ടിക്കുന്നതും കെട്ടിയിടുന്നതും അങ്ങനെ പല. അപ്പം അതൊന്നുമില്ല, ശിക്ഷകളൊന്നുമില്ല. അപ്പം എന്തും ചെയ്യാലോ. അപ്പം ദുർനടപ്പ് കൂടി. കുലദോഷം വരുത്തുന്ന കൊല ചെയ്താൽ വരിക, പെറ്റുപെറ്റു വളർന്ന ജീവജന്തുക്കൾക്ക് പാർത്താൽ മാംസം ഭുജിക്കുന്ന ജനങ്ങൾക്കും ഇതുകാലം. അവസാനം ഇവരെന്ത് ചെയ്യും? മാംസങ്ങൾ തന്നെ ഭക്ഷിക്കേണ്ടി വരും. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യനെ ഭക്ഷിക്കുന്ന ഒരു ഇത് വരുന്നൊരു, അവിടെ ഒരു എന്ത് പറയുന്നത്, ശരിക്കും ഒരു സീരിയസ്ലി ഒരു കാര്യം വരുന്നുണ്ടല്ലേ. സീരിയസ് ആയിട്ട് പറയുമ്പോൾ അത് ആലോചിക്കുമ്പോൾ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ലോകമായി നമ്മുടെ ലോകം മാറുമെന്നാണ് കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. അഷ്ടി മാത്രം പോലുള്ള ഒരു കൊടുപ്പാനില്ലെന്ന് വന്നു, പട്ടിണിക്കു വഴി വീണു, വഴിപോർക്ക് എത്ര കഷ്ടം. പട്ടണത്തിലെങ്ങും ഇപ്പോൾ പണവും കാശും ഒന്നുമില്ല. പണമില്ല, കാശില്ല, സേവിങ്സ് ഇല്ലേ, നമ്മുടെ സമ്പാദ്യങ്ങളില്ല, ഒന്നുമില്ല. പാട്ടുകാർക്ക് വിശന്നിട്ട് സ്വരവും പോയി. പാട്ടുകാരൊക്കെ വിശന്ന് ഇങ്ങനെ പ്രായം കൂടിയവർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, ഇവർക്കൊന്നും ഭക്ഷണം കിട്ടുന്നില്ല. അപ്പം എന്ത് ചെയ്തു? ഇവർക്ക് എന്തായി? ശബ്ദമില്ലാതെയായി. പാട്ട് കേട്ടാൽ അവർക്ക് സൗഖ്യം, പട്ടിണി കിടക്കുമ്പോൾ ഊട്ടു കേട്ടാൽ തല പൊക്കും, അത് കേൾപ്പാൻ എങ്ങുമില്ല. ചേട്ടനെന്നും തമ്പി എന്നും തങ്ങളിൽ ഒന്നുമില്ല. അത് ഇതെൻ്റെ അനിയനാണ്, ഇതെൻ്റെ പെങ്ങളാണ്, ഇതെൻ്റെ അച്ഛനാണ്, ഇതെൻ്റെ അമ്മയാണ്. അങ്ങനെ ധാർമ്മിക ബോധം, സംസാരിക്കേണ്ട രീതി, പെരുമാറ്റ രീതി, മോഷ്ടിക്കാനുള്ള ഇതുണ്ടാവുക, വ്യഗ്രത, അങ്ങനെയുള്ള വേണ്ടാത്ത പല കാര്യങ്ങളും, നല്ല രീതിയിലുള്ള ആറ്റിറ്റ്യൂഡും ബിഹേവിയറൊക്കെ നശിച്ചു പോയി എന്നാണ് പറയുന്നത്. ഓക്കെ, ചേട്ടൻ എന്നാണ് 2,500 കൂട്ടമായി പുലകൊഴുവ എന്തു ബന്ധം, ചാക്കുമില്ല, നാടുവാഴിക്ക് അംഗമില്ല, കപ്പമില്ല, ഒന്നുമില്ല. പിന്നെ നാടുവാഴി കപ്പം കൊടുക്കലൊക്കെ ഉണ്ട് പഴയ ഇവരില്ലേ. ഈ നാട്ടുരാജാവിന് നാട്ടുകാരൊരിത് കൊടുക്കുന്നു, അതൊന്നും ഇല്ലാതെയായി. കാടുവാഴിക്ക് ഇപ്പോൾ നല്ലതും വല്ലതും ചീത്തയൊന്നുമില്ല. കപടങ്ങൾ നിറഞ്ഞു ഫലിപ്പിക്കുക വകയില്ല. ഗണിത ഗ്രന്ഥവും കെട്ടി ഒന്നുമില്ല. ഗുണദോഷം വിചാരിച്ച് പറഞ്ഞെങ്കിലും 4 പണം കിട്ടാൻ തടവിലെ പണ്ടതിപ്പോൾ ദൂർദ്ധമായി. ഗുണമെന്ത് ദോഷമെന്ത്, മരണം
വലിയൊരു നാളും. അപ്പോൾ ഇതിനോട് എന്തേ ഗുണം ഉണ്ടാവും? നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് കിട്ടുന്ന എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ലത് ചെയ്താൽ എന്തില്ല? മരണമില്ല. ചീത്ത ചെയ്താലും മരണമില്ല. അപ്പോൾ എന്താണ്? മരണമില്ല. അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാം. നമ്മൾ വർഷങ്ങളോളം ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാവാൻ തുടങ്ങിയപ്പോൾ മനുഷ്യരെന്ത് ദുർനടപ്പിലേക്കും പോയി എന്നാണ് പറയുന്നത്. അന്തകന്റെ സജീവന്മാർ അവർ പിന്നെ യാഗമെന്നു ശ്രമിക്കുന്നു, നടപ്പാൻ കൽപ്പനയുമില്ല. അപ്പൊ യാഗം, നെക്സ്റ്റ് നമ്മൾ പോകുന്നത് യാഗം. എന്തവിടെ യാഗം എന്ന് പറയാൻ കാരണം, നമ്മുടെ കാലൻ യാഗത്തിന് പോയതാണ്. ആരെടുത്ത്? നമ്മുടെ പിന്നെ ദേവേന്ദ്രന്റെ ദേവലോകത്തൊരു യാഗം നടക്കുന്നുണ്ട്. അതിൽ കൂടാനാണ് ആര് പോയത്? നമ്മുടെ കാലനും കാലന്റെ സതീർത്ഥ്യന്മാരും പോയത്. അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ കാലന്റെ സതീർത്ഥ്യന്മാരൊന്ന് നോക്കണം ഭൂമി, അപ്പൊ അതും നോക്കാനില്ല, ആരുമില്ല, എല്ലാവരും കാലന്റെ കൂടെ യാഗത്തിന് പോയി. അസുരന്മാരെന്ന പോലെ രോഗി വീട്ടിൽ ചെന്നുകൂടി ഗുളികയും കഷായം കൊടുത്ത് ചാക്കെടുക്കുമ്പോൾ കളവ് വല്ലതും ചൊല്ലിത്തിരിക്കും വൈദ്യൻ ഇക്കാലം തരം കിട്ടും ഭക്ഷണത്തിനു വകയില്ല. ഒരു വൈദ്യനാണെങ്കിൽ ചികിത്സക്ക് പോയാൽ അവർക്ക് എന്ത് കിട്ടും? വരുമാനം കിട്ടും. അതാണ് അവർ ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ അതുമില്ല, ഒന്നുമില്ല. മന്ത്രവാദിക്കും കനക്കേശൻ സാർത്ഥ സമർത്ഥം എന്നും ചെന്നാൽ അർത്ഥം കിട്ടുകയില്ല. യക്ഷിപീഡ ദേവതാപീഡയും ബ്രഹ്മരക്ഷയും ദ്രോഹവും ഇല്ല. കാലനില്ലാത്ത നാട്ടിൽ സാക്ഷിയായിട്ട് എങ്ങനെ ജീവിതം മടുത്തു. അപ്പോൾ കാലനില്ലാത്തൊരു മരണം ഭൂമിയിൽ ഇല്ലെങ്കിൽ എത്രത്തോളം പ്രശ്നങ്ങളാണെന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഈ ഒരു കാലനില്ലാത്ത കാലം എന്നുള്ള ഇതിൽ, ഇത് പഞ്ചത്രോപ്യാഖ്യാനം എന്ന് പറയൻ തുള്ളിൽ നിന്നെടുത്തൊരു ഭാഗമാണിത്. ഓക്കെ, കുഞ്ചൻ നമ്പ്യാരുടെ കാലനെത്തൽ എന്ന പാഠഭാഗം. സൂര്യഭഗവാന്റെ കാലന് വേറൊരു പേരുണ്ട്, യമദേവൻ. ഓക്കെ, യമദേവൻ. അപ്പോൾ കാലനില്ലാത്ത കാലം 100,000 വർഷം കാലൻ യാഗത്തിൽ മുഴുകിയിരിക്കുന്നതിൽ ആരുടെയും പ്രാണനെടുത്തില്ല. ഭൂമിയാകെ പടുവൃദ്ധന്മാരെ കൊണ്ട് നിറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിന്റെ ആസ്വാദന കുറിപ്പ് എഴുതേണ്ടത്. എങ്ങനെയാണ് കാലനില്ലാത്ത കാലം എന്നത് കാലനില്ലാത്ത കാലം എന്നത് പറയൻ തുള്ളലിനെടുത്തൊരു ഭാഗമാണ്. തുള്ളൽ പ്രസ്ഥാനത്തിന് ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. പ്രധാനമായും തുള്ളൽ 3 തരത്തിലാണ്: ശീതങ്കൻ തുള്ളൽ, പറയൻ തുള്ളൽ, ഓട്ടൻ തുള്ളൽ. ഇതിൽ ഓട്ടൻ തുള്ളലാണ് ഏറ്റവും മുഴുക്കെ പ്രചാരം നേടിയത്. ഓട്ടംതുള്ളലാണ്. ഇപ്പോഴും ഓട്ടംതുള്ളൽ ഒരു വേദിയിലൊക്കെ അരങ്ങിൽ ഇപ്പോഴും കളിക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. കേരളത്തിന്റെ തനതായ കലാസംസ്കാരത്തിന്റെ ഏറ്റവും ഉദാഹരണമാണ് എന്ത്? നമ്മുടെ തുള്ളൽ പ്രസ്ഥാനം. അതിലേറ്റവും പ്രധാനമായതാണ് ഓട്ടൻതുള്ളൽ. പക്ഷെ ഇതെടുത്തത് പറയൻ തുള്ളലിൽ നിന്നാണ് ഈ ഒരു ഭാഗത്തിലെടുത്തത്. അപ്പൊ കുഞ്ചൻ നമ്പ്യാരാണ് നമ്മുടെ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ്. അപ്പൊ പിന്നെ നെക്സ്റ്റ് പാരഗ്രാഫിൽ വരുന്നത് കാലനില്ലാത്ത കാലം എന്ന ഈ ഒരു തുള്ളൽ കൃതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭൂമിയിൽ മരണമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ ഇതിലൂടെ പരാമർശിക്കുന്നത്. അങ്ങനെ തന്നെ എഴുതണം. നെക്സ്റ്റ് നമ്മുടെ ഹിന്ദു മതാചാര പ്രകാരം കാലൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം, അത് മരിക്കുമ്പോൾ ജനങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകുന്ന ആളാണ് കാലൻ എന്നാണ് പൊതുവെ ഒരു സങ്കല്പം. അപ്പൊ കാലൻ ഭൂമിയിൽ വരാതിരിക്കാനുള്ള കാരണം എന്താണ്? ദേവേന്ദ്ര യോഗത്തൊരു യാഗം നടക്കുന്നു. ഇതേപോലെ തന്നെ നിങ്ങൾ ഇങ്ങനെ എഴുതി വരുമ്പോൾ ലാസ്റ്റിലേക്ക് കൺക്ലൂഷനിലേക്ക് വരുന്ന യാഗം നടക്കുമ്പോൾ നമ്മൾ ആര് പോകുന്നു? നമ്മുടെ കാലൻ യാഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നു. കാലന്റെ കൂടെ സതീർത്ഥ്യന്മാരും കൂടെ പോകുന്നു. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ നോക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായി. അതുകൊണ്ടാണ് ഭൂമിയിൽ മരണം ഇല്ലാത്തൊരവസ്ഥ വന്നത്. അതുകൊണ്ട് തന്നെ പടുവൃദ്ധന്മാർ കൂടി അവർക്ക് 10 പറ നെല്ല് വെച്ച സ്ഥാനത്ത് അവർക്ക് 100 പറ നെല്ല് വെക്കേണ്ട ഒരു ഗതി. അത് അങ്ങനെ തന്നെ. കാരണം നമ്മളെ കവിതയിലെ ഉള്ളടക്കം പോലെ തന്നെ നിങ്ങളെ ആൻസർ ഷീറ്റിൽ വരണം. ഇതിൽ കൊടുത്തിട്ട് കറക്റ്റ് 10 പറ നെല്ലിന് പകരം 100 പറ നെല്ല് വെച്ചിട്ടും തികയുന്നില്ല. മുതുക്കന്മാർ കൂടി, നമ്മുടെ ഇത് കവിതയിലുണ്ട്, മുതുക്കന്മാർ കൂടി, പടുവൃദ്ധന്മാർ കൂടി, 500 വയസ്സിൽ കൂടി, 600 വയസ്സിൽ കൂടി എന്നൊക്കെ അതേപോലെ തന്നെ എഴുതണം. അപ്പൊ അവർക്ക് എന്തിൽ അരിയാഹാരം കഴിക്കാനും പറ്റാത്ത, ജീവനുള്ളത് കൊണ്ട് ജീവിക്കാന്നല്ലാതെ അവർക്ക് മരണമില്ലാത്തൊരവസ്ഥ എത്രത്തോളം ഭയാനകമാണ് എന്നാണ് ഇതിൽ കറക്റ്റായി നമ്മുടെ കുഞ്ചൻ നമ്പ്യാർ പറയുന്നത്. കൂടാതെ ഇത്രയും പിന്നെ ഇവർക്ക് എന്തിൽ ആഹാരം കിട്ടുന്നില്ല, പിന്നെ ദുർനടപ്പുകൾ കൂടി, അത് നിങ്ങൾ അങ്ങനെ തന്നെ എഴുതണം കേട്ടോ. ദുർനടപ്പുകൾ കൂടി, ദുരാചാരങ്ങൾ കൂടി, മകനും അച്ഛനും തമ്മിൽ ബന്ധമില്ലാതെയായി, സഹോദരങ്ങൾക്ക് ബന്ധമില്ലാതെയായി, പിന്നെ പാതിവൃത്യം നഷ്ടപ്പെട്ടു, ഭർത്താക്കന്മാർ ഭാര്യമാർ എന്ത് മോഷണവും ചെയ്യുമെന്ന രീതിയിലായിരുന്നു. ഭൂമിയിൽ മൊത്തം എന്തായി? ആര് നോക്കാനില്ല. ഇവിടെ എന്തില്ല? ധർമ്മങ്ങളില്ല. ധർമ്മങ്ങൾ നടത്താൻ ആളില്ല. ഈ ഭരണക്രമം നടത്താൻ ആളില്ലാതെയായി ഭരണത്തിൽ. അതുകൊണ്ട് മോഷണം കൂടി, ആർക്കും എന്തും ചെയ്യാം എന്നുള്ള ലെവലായി നമ്മുടെ ഭൂമി മാറി. അപ്പൊ ഇതൊക്കെ ഒരു സങ്കല്പത്തിലൂടെയാണ് കുഞ്ചൻ നമ്പ്യാർ അവതരിപ്പിക്കുന്നത്. കാരണം അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും?
എന്നുള്ളതാണ് കുഞ്ചൻ നമ്പ്യാർ ഇതിലൂടെ പരാമർശിക്കുന്നത്. പിന്നെ കൺക്ലൂഷനിൽ നിങ്ങൾ എഴുതേണ്ട ഒരു കാര്യം, കുഞ്ചൻ നമ്പ്യാർ ഫലിതത്തിലൂടെ നർമ്മത്തിലൂടെയാണ് അദ്ദേഹം എന്താ അവതരിപ്പിക്കുന്നത്, സാമൂഹിക വിമർശനങ്ങളായ പല കാര്യങ്ങളും സമൂഹത്തിലെ ആളുകളോട് പറയുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു അവതരണം. അതാണ് നമ്മുടെ കുഞ്ചൻ നമ്പ്യാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മറ്റുള്ള കവികളിൽ നിന്ന് വരുന്നൊരു വ്യത്യാസവും അത് തന്നെയാണ്. അത് എഴുതിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു കൺക്ലൂഷൻ നിർത്താം. അപ്പോൾ നമ്മുടെ ആസ്വാദനക്കുറിപ്പാണ് മിസ് പറഞ്ഞത്, നമ്മുടെ കഥയും നമ്മുടെ ഉള്ളടക്കമൊക്കെ അതിലൂടെ കടന്നുപോയി. ഓരോ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ അങ്ങനെ തന്നെ എഴുതല്ലേ. ഓട്ടംതുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് കുഞ്ചൻ നമ്പ്യാരാണ്. അദ്ദേഹം പിന്നെ പറയുക എന്നുള്ള ശീതങ്കൻ തുള്ളൽ, അതൊക്കെ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. ഓക്കെ.